തൃശൂർ പൂര പ്രേമികൾ ഒരേ സ്വരത്തിൽ ഉറക്കെ വിളിച്ചു പറയുന്നു, ഇത്തവണത്തെ തൃശൂർ പൂരം കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ അലങ്കോലപ്പെടുത്തിയെന്ന്. അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പാറമേക്കാവ് ദേവസ്വവും തിരുവമ്പാടി ദേവസ്വവും ഒരുമിച്ച് കുടമാറ്റത്തിൽ ശ്രീരാമചന്ദ്രൻ്റെയും രാംലല്ലയുടെയും ഒക്കെ ചിത്രം പ്രദർശിപ്പിച്ചതിൽ അസ്വസ്ഥരായിട്ടുള്ള ആളുകൾ മറ്റാരെയോ പ്രീണിപ്പിച്ച്, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഈ പ്രദർശിപ്പിച്ചതിലൊന്നും ഞങ്ങൾക്ക് പങ്കില്ല എന്ന് മറ്റ് ആളുകളെ പ്രീണിപ്പിച്ചുകൊണ്ട് മറ്റാളുകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ തൃശ്ശൂർ പൂരമൊക്കെ അലങ്കോലപ്പെടുത്തിയത് എന്നാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രേമികൾ ഉയർത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. നമുക്കറിയാം, പോലീസ് സംവിധാനങ്ങളൊക്കെ ലാത്തി വീശുകയാണ് ചെയ്തിട്ടുള്ളത്. തൃശ്ശൂർ പൂരമൊക്കെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുക, അതേപോലെ തന്നെ സംഘാടകരായിട്ടുള്ള ആളുകളെ ലാത്തി വീശുക, ഇതൊക്കെ എത്രത്തോളം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ തവണകളിലൊക്കെ തന്നെ തൃശ്ശൂർ പൂരം നടന്ന സമയത്ത് ഓരോ സാധാരണക്കാരായിട്ടുള്ള പോലീസുകാരനും വളരെയധികം കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് തന്നെയാണ് നല്ല രീതിക്ക് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്നും സാധാരണക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ലാത്തി വീശുന്ന ഒരു ഘട്ടത്തിൽ എത്തിയിട്ടുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ സംവിധാനങ്ങളുടെ നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതും ബോധമുള്ള സകല ആളുകൾക്കും വളരെ കൃത്യമായിട്ട് തന്നെ അറിയാവുന്നതാണ്. പുലർച്ചെ 3 മണിക്ക് നടത്തേണ്ട വെടിക്കെട്ടൊക്കെ പകൽ സമയത്താണ് നടന്നിട്ടുള്ളത്. ആ വെടിക്കെട്ട് പോലും ഇല്ലാതാക്കി മുന്നോട്ട് പോവാൻ പോലും ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ എത്രത്തോളം വേദനാജനകമായിട്ടുള്ള വാർത്തകളാണ്. നമ്മൾ പ്രത്യേകം ഓർക്കണം, തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിയൊക്കെ ഈ ഒരു പ്രതിസന്ധിയിലൂടെയാണ് തൃശ്ശൂർ പൂരം മുന്നോട്ട് പോകുന്നത് എന്ന് അറിഞ്ഞ് ആ പുലർച്ചെ സമയത്ത് തന്നെ അവിടെ ഓടിയെത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി അതിന് വളരെ കൃത്യമായിട്ട് അതിൽ ഇടപെട്ടത് കൊണ്ടാണ് പകലെങ്കിലും ആ ഒരു സമയത്തെങ്കിലും വെടിക്കെട്ടൊക്കെ നടത്താൻ സാധിച്ചത്. നടത്തില്ല എന്ന്, അത് മാറ്റിവെക്കുക എന്ന രീതിയിൽ പോലും ചർച്ച പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുള്ളത്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് ആ വിഷയത്തിൽ ഇടപെട്ടു. അതിൻ്റെ ഫലം തന്നെയാണ് ആ തൃശ്ശൂർ പൂരത്തിലെ വൈകിട്ടെങ്കിലും ആ വെടിക്കെട്ടൊക്കെ നടത്തിയിട്ടുള്ളത് എന്നൊക്കെ മലയാളികളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരം തൃശ്ശൂർ പൂര പ്രേമികളൊക്കെ തന്നെ ഉയർത്തുന്നുണ്ടല്ലോ മറ്റാരെയോ പ്രീണിപ്പിക്കാനാണ് എന്ന്. അതിലൊന്നും യാതൊരു തെറ്റുമില്ല എന്നേ സുബോധമുള്ളവർ കരുതേണ്ടതുള്ളൂ. ഞാനിവിടെ കൊടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ട് തന്നെ കണ്ടില്ലേ, അടുപ്പ് കൂട്ടി ചർച്ചക്കാരുടെ തമ്പിലൈനാണ്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. കുടമാറ്റത്തിലെ കാവി അജണ്ട എന്ന്, അതായത് ആരെയാണോ ഇതൊക്കെ അലങ്കോലപ്പെടുത്തി പ്രീണിപ്പിക്കാൻ ശ്രമിച്ചത് അവർക്കത് വലിയ ആഘോഷമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ തമ്പിലൈനുകളൊക്കെ തന്നെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുടമാറ്റത്തിലെ കാവി അജണ്ട എന്നൊക്കെ പറയുന്ന ഈ മീഡിയ വണ്ണിലെ ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാർ യാതൊരു കഥയുമില്ലാത്ത, യാതൊരു ഉളുപ്പുമില്ലാത്ത ആളുകളാണ് എന്ന് ഇതിൽ ഈ ഒരു ഹെഡിങ് കണ്ടാൽ മാത്രം പോരെ. എന്താണ് തൃശ്ശൂർ പൂരം? 2 ക്ഷേത്രങ്ങൾ ഹിന്ദു മത ആചാരപ്രകാരം നടത്തുന്ന ക്ഷേത്രോത്സവമാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ആ തൃശ്ശൂർ പൂരത്തിൽ ഹിന്ദു മത ആചാരപ്രകാരമുള്ള ചിത്രങ്ങളല്ലാതെ മീഡിയ വണ്ണിൻ്റെ ലോഗോയാണോ അവിടെ പ്രദർശിപ്പിക്കേണ്ടത്? ഇവരൊക്കെ എന്ത്, ഞാനൊന്നും പറയുന്നില്ല, എന്ത് ചർച്ചയാണ് ഇവർ നടത്തുന്നത്? അത് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരവും നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യവും മലയാളികളുടെ ആത്മാവും വൈകാരികവുമായിട്ടുള്ളൊരു ക്ഷേത്രോത്സവമാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അത് അലങ്കോലപ്പെടുത്തിയിട്ട് അതിനെക്കുറിച്ചൊരു ചർച്ചയുമില്ല. അവിടെ വെച്ച ഫോട്ടോ ഇത്തരം ആളുകളെ തന്നെയാണ് പ്രീണിപ്പിക്കാൻ ശ്രമമുണ്ടായത്. അത് അലങ്കോലപ്പെടുത്തി എന്നുള്ളതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തിരഞ്ഞെടുപ്പാണ് അടുത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മലയാളികളുടെ വലിയൊരു ഉത്സവം പോലും, അതായത് ഈ ഒരു ഉത്സവം പോലും ഇവർ ഇതുപോലെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ വരുന്നത് പോലും കുറയില്ലേ? ഇതുപോലെയുള്ള ലാത്തി വീശലുകളും ആക്രമണങ്ങളൊക്കെ തന്നെ നടത്തി കഴിഞ്ഞാൽ അടുത്ത തവണ ആള് കുറയും. ഇതൊക്കെയാണോ ഈ സർക്കാർ സംവിധാനങ്ങളുടെ ലക്ഷ്യങ്ങൾ? ഇതൊക്കെ സുബോധമുള്ള ഓരോ ആളുകളും
ചിന്തിക്കുന്നതാണ്. ഈ വരുന്ന തിരഞ്ഞെടുപ്പിന് മലയാളികളുടെ പാരമ്പര്യമായിട്ടുള്ള, സംസ്കാരമായിട്ടുള്ള, ആത്മാവായിട്ടുള്ള, വൈകാരിക വിഷയമായിട്ടുള്ള ഇതുപോലും അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയുള്ള വളരെ വ്യക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തന്നെയായിരിക്കും ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടുകളായിട്ട് ഓരോ സുബോധമുള്ളവരും രേഖപ്പെടുത്തുക എന്നുള്ളത് സർക്കാർ സംവിധാനങ്ങൾ തിരിച്ചറിഞ്ഞോളൂ.